ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ പരാമർശങ്ങൾ നിരന്തരമായി നടത്തുന്ന SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പുതിയ രാഷ്ട്രീയ നീക്കവുമായി സജീവം. കേരള രാഷ്ട്രീയത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന സമവാക്യങ്ങളെ പൊളിച്ചെഴുതാൻ ലക്ഷ്യമിട്ടുള്ള പുതിയൊരു സാമുദായിക ഐക്യം അണിയറയിൽ ഒരുങ്ങുകയാണ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സ്വാധീനത്തെ തളയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ NSSുമായി കൈകോർക്കാനും പ്രതിപക്ഷ നേതാവ് VD സതീശനെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താനും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തെ വീണ്ടും ചൂടുപിടിപ്പിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന കടുത്ത വിമർശനങ്ങൾ വീണ്ടും വിവാദമാവുകയാണ്. 90 വയസ്സുള്ള ഞാൻ നടന്നു വരുമ്പോൾ മുഖ്യമന്ത്രി എന്നെ കൂടി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയത് വലിയ തെറ്റായിപ്പോയി എന്നാണല്ലോ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ സതീശന്റെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നാക്കക്കാരനായ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയപ്പോൾ സതീശന് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഒരു പിന്നാക്കക്കാരൻ അങ്ങനെ ഒരു വണ്ടിയിൽ കയറാൻ പാടില്ല. അതായത് വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ കയറ്റാൻ പാടില്ല. ഇത് പലപ്പോഴും സതീശന്റെ ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ട് എന്ന അതിശക്തമായ പരാമർശമാണ് വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെതിരെ നടത്തുന്നത്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആൾ വേണം. അത് പറയാൻ ഘടകകക്ഷിയിൽ ആൾ വേണം. ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗാണ്. UDF വന്നാൽ ഭരിക്കുന്നത് ലീഗായിരിക്കും. അത് പണ്ടും അങ്ങനെ തന്നെയാണ് എന്ന വർഗീയ പരാമർശവും വെള്ളാപ്പള്ളി നടത്തി. പിണറായി സർക്കാർ വന്നതിൽ പിന്നെ സംസ്ഥാനത്ത് കലാപങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും വീണ്ടും കലാപമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് തന്നെ മലപ്പുറം പ്രസംഗത്തിന്റെ പേരിൽ നിരന്തരം വേട്ടയാടുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മലപ്പുറം പ്രസംഗം എന്തായിരുന്നുവെന്നും അതിന്റെ കാരണം എന്തായിരുന്നുവെന്നും താൻ വ്യക്തമാക്കിയതാണ്. താൻ ഒരു സമുദായത്തിനുമെതിരായി പറഞ്ഞിട്ടില്ല, മറിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. സംവരണ വിഷയത്തിൽ NSSുമായി തങ്ങളെ തമ്മിൽ തല്ലിച്ചതിനും സമരം ചെയ്യിച്ചതിനും പിന്നിൽ ലീഗാണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. കേവലം വ്യക്തിപരമല്ല, മറിച്ച് വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് സതീശൻ ഈഴവ വിരുദ്ധനാണെന്ന് ആരോപിക്കുന്നതിലൂടെ വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ ഈഴവ സമുദായത്തെ പാർട്ടിയിൽ നിന്നും അകറ്റാനാണ് വെള്ളാപ്പള്ളി ഇത്തരം പ്രസ്താവനകളിലൂടെ ശ്രമിക്കുന്നത്. അതേസമയം K സുധാകരനെ പുകഴ്ത്തുന്നതിലൂടെ കോൺഗ്രസിനുള്ളിൽ സമുദായത്തിന്റെ പേരിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനും വെള്ളാപ്പള്ളി ലക്ഷ്യമിടുന്നുണ്ട്. മുൻപ് കേരളം കണ്ട നായാടി മുതൽ നസ്രാണി വരെ എന്ന മുദ്രാവാക്യം വീണ്ടും സജീവമാക്കാനുള്ള സൂചനകളാണ് വെള്ളാപ്പള്ളി നൽകുന്നത്. ഇതിന്റെ ഭാഗമായി NSSുമായി ഇനി കൊമ്പു കോർക്കാനില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം സവർണ അവർണ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ളതാണ്. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും ഈ നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്ന സൂചനകൾ ക്യാമ്പുകളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. UDFന്റെ മാത്രമല്ല വലിയ ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്. NSSനെയും തങ്ങളെയും തെറ്റിച്ചതിന് പിന്നിൽ ലീഗാണെന്നും NSSുമായി ഇനിയൊരു കൊമ്പുകോർക്കൽ ഇല്ല എന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ താൻ കയറിയത് കുറവായി പ്രതിപക്ഷ നേതാവ് VD സതീശന് തോന്നിയെങ്കിൽ അദ്ദേഹത്തെ ഊളംപാറയിലേക്ക് അയക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ചുരുക്കത്തിൽ പിണറായിക്ക് വോട്ട് കിട്ടാൻ NSSന് കൈ കൊടുക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്ന വിവരങ്ങളും അനൌദ്യോഗികമായി ലഭിക്കുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ രൂപീകരിച്ച അയ്യപ്പ സംഗമത്തിന് സമാനമായ രീതിയിൽ ഹൈന്ദവ സംഘടനകളുടെയും ക്രൈസ്തവ വിഭാഗങ്ങളുടെയും ഒരു പൊതുവേദി ലക്ഷ്യമിടുന്നുണ്ട് എന്ന വാർത്തയുമുണ്ട്. ഭരണവിരുദ്ധ വികാരം UDF അനുകൂല തരംഗമായി മാറുന്നത് തടയുകയാണ് ഈ കൂട്ടുകെട്ടിന്റെ പ്രധാന അജണ്ട. ഭൂരിപക്ഷ വോട്ടുകൾ BJPയിലേക്കോ പുതിയ മൂന്നാം ചേരിയിലേക്കോ വഴിമാറിയാൽ അത് കോൺഗ്രസിന്റെ വിജയ സാധ്യതകളെ അട്ടിമറിക്കുമെന്നും ഇവർ കണക്കുകൂട്ടുന്നു. ഈ പുതിയ ഐക്യനീക്കത്തിന് പിന്നിൽ CPMന്റെ മൗന അനുവാദമുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന സാഹചര്യത്തിൽ വോട്ടുകൾ UDFൽ കേന്ദ്രീകരിക്കാതെ വിഘടിച്ചു പോകുന്നത് ഇടതുപക്ഷത്തിന് എന്തായാലും ഗുണകരമാകും. VD സതീശനെ തളയ്ക്കുന്നതിലൂടെ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കാമെന്നും CPM കരുതുന്നു. മുമ്പ് പലപ്പോഴും കൊമ്പ് കോർത്തിട്ടുള്ള NSSും SNDPയും ഒരേ ലക്ഷ്യത്തിനായി ഒന്നിക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങളെ അടിമുടി മാറ്റുമെന്നും CPM കരുതുന്നുണ്ട്.